ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ബുധനാഴ്ച വലിയ കുഴപ്പമില്ലാത്തൊരു ദിവസമായിരുന്നു കേട്ടോ. ഇന്ന് ശരിക്കും പറഞ്ഞാൽ കൂടുതൽ വീട്ടിലത്തെ കാര്യങ്ങളേക്കാൾ കൂടുതൽ എനിക്ക് ബിസിനസ്സിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട വന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ദിവസങ്ങൾ എനിക്ക് വീഡിയോ എടുക്കൽ വളരെ കുറവായിരിക്കും. എന്നാലും ഞാൻ എന്താ പറയുക, അത് മുടക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഉള്ളത് വെച്ച് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്നതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ പതിയെ പോലെ ഇന്ന് ഞാൻ നേരത്തോടെ എണീച്ചു. വേറൊന്നുമല്ല, നമ്മളുടെ 3 പേരും ആ സൈഡിലാണ് അഴിച്ചിട്ടിട്ടുള്ളത്. കൂട്ടിൽ നിന്ന് തുറന്നിടും ഒരു വശം. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു പൂച്ച വന്ന് പെട്ടു. അങ്ങനെ രാവിലെ ആ പൂച്ചയുടെ ബഹളവും കാര്യം ഡാഡി എണീറ്റിട്ടുണ്ടായിരുന്നു. കേട്ട് അവിടെ നിന്ന് ഞാൻ ചാടി എണീറ്റ് പിന്നെ ഞാൻ ഒറ്റ വിളി വിളിച്ച് അവരകത്ത് കയറും കേട്ടോ. അവരകത്ത് കയറി പൂച്ച ഓടിപ്പോയി. അങ്ങനെ ഒരു ബഹളത്തിലാണ് ഇന്ന് രാവിലത്തെ എണീക്കൽ കേട്ടോ. പിന്നെ ഇന്ന് രാവിലെ ഞാൻ നോക്കിയപ്പോൾ എല്ലാത്തിൻ്റെയും ബാക്കിയുണ്ട്. അപ്പോൾ സാധാരണ നമ്മൾ ലെഫ്റ്റ് ഓവർ ഫുഡ് ലഞ്ചിനും ഡിന്നറിനൊക്കെ എടുക്കുന്ന പോലെ ഇന്ന് ഞാൻ വിചാരിച്ചു ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ ആവാമെന്ന് വിചാരിച്ചു. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു കഷ്ണം പുട്ടിരിക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് ഉപ്പുമാവ് ഇരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ എന്തുട്ടാണ് ദോശമാവ് കുറച്ച് ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതിങ്ങനെ എല്ലാതും ആയപ്പോൾ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും തട്ടിക്കൂട്ടി ബ്രേക്ക്ഫാസ്റ്റ് ഇങ്ങനെ അങ്ങോട്ട് അവസാനിപ്പിക്കാം. കാരണം എല്ലതും ഉണ്ട്. അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ പട്ടികൾക്ക് കൊടുക്കുമ്പോൾ അതിൽ നിന്ന് എടുത്ത് പൊടിച്ച് കൊടുക്കുക ചെയ്യുക. ഇതിപ്പോൾ അവർക്ക് ഇഷ്ടം പോലെ ഇറച്ചിയും കാര്യങ്ങളും ഉള്ളപ്പോൾ നമുക്കിത് തിന്നാലോ. ഒരു ദിവസം വൈകിട്ട് അതിൽ ഓവനിൽ വെച്ച് ഒന്ന് ആവി കയറ്റി കഴിഞ്ഞാൽ പുതിയ സംഭവമായി. അപ്പോൾ പിന്നെ അങ്ങനെ നശിപ്പിച്ച് കളയേണ്ട കാര്യമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങളങ്ങനെ. അപ്പോൾ ഞാൻ എടുത്തത് പുട്ടും പഴമാണ് കേട്ടോ. ഡാഡി പഴം വാങ്ങിയിട്ട് വന്നു. അപ്പോൾ ഞാൻ പുട്ടും പഴവും കഴിച്ചു. ഡാഡി ഉപ്പുമാവും പഴവും കഴിച്ചു. ഡിംപിൾ ദോശയും ചമ്മന്തിയും. പിന്നെ ഇന്നലത്തെ നമ്മുടെ സാമ്പാറുണ്ടായിരുന്നല്ലോ, ഉച്ചയിലത്തേക്ക് വെച്ചതാണ്. പക്ഷേ ഡിംപിൾക്ക് രാവിലെ എനിക്ക് തോന്നുന്നു ചമ്മന്തി അച്ചാർ കൂട്ടിയിട്ട് ടൊമാറ്റോൻ്റെ അച്ചാറുണ്ടായിരുന്നു, അതാണ്. ഡിവൈനും ഡോണിനും ഡിംപിൾ കുട്ടികൾക്ക് പാൻ കേക്കാണ് ഉണ്ടാക്കിയത് കേട്ടോ. ഓട്സിൻ്റെ ചോക്ലേറ്റ് പാൻ കേക്കാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അതിൽ നിന്ന് ഡിവൈനും ഡിംപിളും ഡോണും അതാണ് കഴിച്ചത്. എനിക്കങ്ങനെ രാവിലെ അങ്ങനെ അത്ര വലിയ മധുരം ഒന്നും ഇഷ്ടമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ എന്താ പറയുക പുട്ടും പഴുത്തമ്മയും നിർത്തിയിട്ടാണ്. മറ്റേത് ഭയങ്കര ടേസ്റ്റായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡോൺ സാധാരണ ഹണിയും കൂടി ഒഴിക്കാറുണ്ട്. പക്ഷേ ഹണി ഞാനിപ്പോൾ അന്വേഷിച്ച് നോക്കിയപ്പോഴാണ് സ്റ്റോക്ക് കഴിഞ്ഞു. ഞാൻ ശരിക്കും അറിഞ്ഞില്ല ശരിക്കും. അപ്പോൾ അങ്ങനെ അപ്പോൾ ഡാഡി ഇതേ പാക്കിങ്ങിൻ്റെ കാര്യങ്ങൾക്കുള്ള പരിപാടികളാണ്. അപ്പോൾ അതേ ഇറങ്ങി വരുന്നു നമ്മുടെ എന്താ പറയുക കുട്ടി നായകൻ. അപ്പോൾ അവനെങ്ങനെയാണെന്ന് വെച്ചാൽ തന്നെ കയറണം തന്നെ ഇറങ്ങണം, ഇതാണിപ്പം മൂപ്പരുടെ പണി കേട്ടോ. അപ്പോൾ അങ്ങനെ അതേ ഇറങ്ങി വരണം. അപ്പോൾ ഡിവൈൻ്റെ കയ്യിൽ കുഷ്യൻ ഇന്നലെ രാത്രി മൂപ്പരൊന്ന് ട്രയൽ നോക്കിയതാണ് വാഷ് ചെയ്തിട്ട്. അപ്പോൾ ശരിക്കും നന്നായിട്ട് വാഷായി വൃത്തിയായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇനി അത് കൈകൊണ്ടൊന്ന് വാഷ് ചെയ്ത് നോക്കാമെന്ന്. കാരണം വാഷിംഗ് മെഷീനിൽ ഇടാനായിട്ട് ധൈര്യമില്ല. പിന്നെ വേറെ നിലയ്ക്കൊന്നും, കാരണം അത് ഇതാണ് എന്താ പറയുക സ്പോഞ്ചാണ് ഫുള്ള്. അതുമ്മ വെച്ചടിച്ചേക്കാം. അന്ന് ഞാൻ പറഞ്ഞില്ലേ നമുക്കൊരു അബദ്ധം പറ്റിയത്, അതിൻ്റെ മുകളിൽ കവറിടാവുന്ന ഒരു സംവിധാനം അവരന്ന് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇങ്ങനെ ചെയ്തപ്പോൾ നമ്മൾ പറയാമായിരുന്നു നമുക്ക് ഒരു എക്സ്ട്രാ കവർ തയ്പ്പിച്ചിടാമെന്ന് പറയായിരുന്നു. കണ്ടോ നല്ല വൃത്തിയായി. അപ്പോൾ വലിയ ബുദ്ധിമുട്ടില്ല വാഷ് ചെയ്യാനുള്ളത് മനസ്സിലായി. ബ്ലാക്കിനൊന്നും വലിയ കുഴപ്പമില്ല കേട്ടോ. ഈ ഓഫ് വൈറ്റ് വരണോടത്ത് കുട്ടികൾ ഈ ചോക്ലേറ്റ് കഴിക്കുകയും കേക്കൊക്കെ കഴിച്ചിട്ട് പിന്നെ അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. കുഞ്ഞു കുട്ടികൾ അവർക്ക് ഇപ്പോൾ പറഞ്ഞാൽ മനസ്സിലാവാറായിട്ടില്ല. കുറേ അടിയും വഴക്കൊക്കെ കിട്ടുമെങ്കിലും ഒരു കാര്യമില്ല കേട്ടോ. അങ്ങനെ രാവിലത്തെ പരിപാടികൾ. അപ്പോൾ ഡിംപിൾ കുട്ടികളുടെ പാൻ കേക്കും കാര്യങ്ങളും ഉണ്ടാക്കാൻ നിന്നു. അപ്പോൾ എനിക്ക് വാഷ് ചെയ്യേണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള പരിപാടികൾക്ക് നിന്നു. പിന്നെ കുറച്ച് പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് നിന്നു. ഡിവൈൻ്റെ ആകമൊക്കെ ഒന്ന് അടിച്ച് വാരുകയാണ് കേട്ടോ. അപ്പോൾ പിള്ളേർസൊക്കെ എണീറ്റ് ഉഷാറായി വരുന്നേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ശരിക്ക് 9:30 കഴിഞ്ഞപ്പോഴേക്കും ഡിംപിളുടെ പരിപാടികൾ കഴിഞ്ഞോട് കൂടിയിട്ട് പിള്ളേർസ് ഡ്രസ്സൊക്കെ മാറി വന്ന് പിന്നെ യാത്രയാണ് കേട്ടോ. അങ്ങനെ എന്താ പറയുക ഡാഡി പഴം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഡാഡി പഴം വാങ്ങിക്കാൻ പോയതാണ്. പക്ഷേ ഈ പഴം എന്താ ഇപ്പം നമ്മളുടെ വീട്ടിലിപ്പോൾ മുമ്പ് നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചറിയാം, നമ്മുടെ ഡൈനിങ് ടേബിളുമേ കിച്ചണിലത്തെ ഡൈനിങ് സൈഡ് ടേബിളുമേ എപ്പോഴും ഫ്രൂട്ട്സ് ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളത് അവിടെ നിന്ന് മാറ്റി വെക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു മാറ്റിയും വെക്കേണ്ട, സാധനം വാങ്ങിക്കണ്ട എന്ന് പറഞ്ഞു. കാരണം ഒരു സംശയം പറഞ്ഞു, ഈ പഴം തിന്നുമ്പോൾ കുറുങ്ങൽ കൂടും, തണവല്ലേ, പ്രത്യേകിച്ച് റോബസ്റ്റെന്ന്. ഇപ്പോൾ ചാക്കോച്ചനാന്ന് വെച്ചാൽ റോബസ്റ്റ് പഴം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്, പിള്ളേർക്കൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതെപ്പോഴും നമ്മളുടെ വീട്ടിൽ വാങ്ങിക്കാറുണ്ട്. പക്ഷേ അതിനി വേണ്ട, ചാക്കോച്ചനെ സംബന്ധിച്ച് മുട്ട പിന്നെ ഇത് ചിക്കൻ ഒന്നും കൊടുക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവനിപ്പോൾ വലിയ കുഴപ്പവും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അങ്ങനെ ചാക്കോച്ചൻ നമ്മളുടെ ദോശയും പഞ്ചസാരയും കൂടിയിട്ടാണ് കഴിക്കണേ.
അപ്പോൾ ഞാൻ പറഞ്ഞില്ല ഓരോരുത്തർക്കും ഓരോ സെക്ഷനാണ്. പാച്ചുവിനും തോമുനും കൂടിയിട്ട് പാൻ കേക്ക് കൊടുത്തയച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവർക്ക് ഒരേ പഴവും ഇതുപോലെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അവിടുന്ന് പഴം കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ചാക്കോച്ചനെ പേടിച്ചിട്ട് ഞങ്ങളിപ്പോൾ പഴം ഒളിപ്പിച്ച് വെക്കുക ചെയ്യണേ. കാരണം എന്താണെന്ന് വെച്ചാൽ ചാക്കോച്ചൻ ഇപ്പോൾ സംസാരിച്ച് തുടങ്ങി. പഴം കണ്ടാൽ കറക്റ്റ് ബനാന എന്ന് പറഞ്ഞിട്ട് ചോദിക്കും. എവിടെയുള്ളതെന്ന് വെച്ചാൽ നമ്മളെ പിടിച്ച് വലിച്ച് കൊണ്ട് ചൂണ്ടി അത് സാധനം വാങ്ങിക്കും. അങ്ങനെ ചാക്കോച്ചൻ അപ്പയുടെ കൂടെ ഇരുന്ന് അപ്പ പാൻ കേക്ക് കഴിക്കുമ്പോൾ ചാക്കോച്ചൻ ദോശയും പഞ്ചസാരയും കൂടി കഴിക്കാട്ടോ. അവന് ഇഷ്ടമാണ്. നല്ല കട്ടി ദോശ ഇങ്ങനെ അപ്പം നല്ല സോഫ്റ്റ് ആവുമല്ലോ. ലാണ്ട് നൈസായിട്ടുള്ളത് കൊടുക്കില്ല, അത് അവർക്ക് തൊണ്ടയിൽ കുത്തും. അപ്പോൾ അതുകൊണ്ട് തന്നെ ചാക്കോച്ചനൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല കോയിൻ ദോശ പോലെ ഇങ്ങനെ കട്ടിയിൽ നല്ല സോഫ്റ്റായിട്ടുള്ള സംഭവമാണ് ഉണ്ടാക്കുക. അപ്പോൾ അവർക്കത് പഞ്ചസാര മുക്കി തിന്നുമ്പോൾ നമ്മുടെ വെള്ളയപ്പം കട്ടിയുള്ള അപ്പമല്ലേ, അപ്പം തിന്നണ പോലെയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് പാച്ചുവിന് ഇന്ന് ഡ്രസ്സ് മാറിയപ്പോൾ അവന് ജീപ്പിൽ പോകാനായിട്ടൊരു പൂതി. അപ്പോൾ പറഞ്ഞു അത് ടോയ് ജീപ്പല്ലേ എന്നൊക്കെ പറഞ്ഞപ്പോൾ മൂപ്പരതായി ഇറങ്ങി കാറിലേക്ക് കയറി. അപ്പോൾ കാലത്ത് തന്നെ നമുക്കത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ. 2 പിള്ളേർസും കൂടി ഒരുമിച്ച്, ഒന്നെങ്കിൽ അപ്പാപ്പൻ അല്ലെങ്കിൽ ഡോൺ ചേട്ടൻ ഡോൺ കൊണ്ടാക്കുക, അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. 2 അമ്മമാർ ടാറ്റ പറയുക. അപ്പോൾ അങ്ങനെ അപ്പോൾ ഞാൻ എപ്പോഴും വിചാരിക്കും കുറച്ച് മാസങ്ങളും 2-3 മാസം കൂടി ഉള്ളൂ, അത് കഴിഞ്ഞാൽ സമ്മർ ക്യാമ്പും കൂടി ഉണ്ടാവും കേട്ടോ. അതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ തോമു ഇതാ ബാവൻസിൽ തൊട്ടടുത്തേക്കായി. പാച്ചു എങ്ങനെയാണ് എന്താണെന്നൊന്നും അറിയില്ല. അപ്പോൾ അങ്ങനെ എന്താ പറയുക, ഭയങ്കര സന്തോഷമാണ് കാണുമ്പോൾ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ നോക്കിയാൽ നമ്മുടെ കുഞ്ഞാൾ ഇടയിൽ കൂടെ കയറി വലിഞ്ഞ് അവൻ എങ്ങനെയെങ്കിലും കയറും. അപ്പോൾ ഞങ്ങൾക്ക് ഏറ്റവും പേടി ചെറിയ ആളെയാണ്. കാരണം അവൻ എപ്പോഴും ഏതിൻ്റെങ്കിലൊക്കെ ഇടയിൽ കൂടെ കാറിൽ കയറുക, ഡോർ അടയുമ്പോഴൊക്കെ കൈയൊക്കെ പെട്ട് കഴിഞ്ഞാൽ അറിയാമല്ലോ നിങ്ങൾക്ക്. അപ്പോൾ ഭയങ്കര ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് ചാക്കോച്ചനെ. പക്ഷേ അക്കിയോടെ പോകുമ്പോൾ ഭയങ്കര സുഖമാണെന്നാണ് പറയണത്. കാരണം അവരാകെ 2-3 പേരുള്ള അവരുടെ ഫുൾ ശ്രദ്ധ അവനിലേക്ക്. അപ്പോൾ അവൻ എവിടേക്ക് ഓടുറോ എന്തുണ്ട് ചെയ്യണമെന്നുള്ളത് അവരുടെ ശ്രദ്ധയിലൂടെ. ഇവിടെ അതല്ലല്ലോ, ഇവിടെ നമ്മൾ ഓരോ കാര്യങ്ങൾക്ക് ഏർപ്പെടുമ്പോൾ ഈ 3 പിള്ളേർ കൂടിയുള്ള കളിയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇവൻ അവിടെ പോയി ഇവിടെ പോയി അവിടെ കൈവച്ച് ഇവിടെ കൈവച്ച് വരുമ്പോൾ ഭയങ്കര പേടിയാണ്. പിന്നെ മറ്റവർക്ക് ആയാലും അത് അങ്ങനെ അറിയാറായിട്ടില്ല, വല്ലതൊക്കെ വെച്ച് അടിക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്യുമോ എന്നുള്ളൊരു പേടി എപ്പോഴും ഞങ്ങൾക്ക് കേട്ടോ. അപ്പോൾ അതിൻ്റെ പേരിൽ എന്നാലും ഇപ്പം എനിക്ക് തോന്നുന്നു 80% പിള്ളേർ 3 ആളും കൂടി തന്നെ കളിച്ച് തുടങ്ങിയിട്ടുണ്ട്. അവർ തന്നെ 2 ആൾ കളിക്കുമ്പോൾ 3-ാമത്തെ ആൾ ചെല്ലുമ്പോൾ അവനെയും പഠിപ്പിച്ച് ഇപ്പോൾ അവനും അതേ കേട്ടോ ഐസ്ക്രീം വേണമെന്നൊക്കെ ഇങ്ങനെ കൈകൊണ്ടും കാലോടൊക്കെ കളിച്ച് തുടങ്ങി. അങ്ങനെ അതെ പിള്ളേർസും പോയി. അങ്ങനെ വീട് തീരെ അനക്കല്ലാണ്ടായി. ഇവരും കൂടി പോയി കഴിഞ്ഞാൽ അടുത്തത് പിന്നെ ഡാഡി അപ്പയാണ് പോവുക. അപ്പോൾ ഇനി അപ്പ പോണ വരെ ഇനി ചാക്കോച്ചന് മുമ്പ് എങ്ങനെയാ വെച്ചാൽ തോമുമാണ് ബഹളം വെച്ചിരുന്നത്. ഇപ്പോൾ തോമുന് അറിയാമല്ലോ, ഇപ്പോൾ അവൻ വലുതായില്ലേ. ഇപ്പോൾ ചാക്കോച്ചനാണ്. ഡോൺ പോകാൻ ഇറങ്ങി കഴിഞ്ഞാൽ അവിടെ നിന്ന് താക്കോലെടുക്കണം. താക്കോലെടുത്ത് നേരെ വാതിൽ തുറക്കണം. അത് കഴിഞ്ഞ് കാറിൽ കയറണം. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ അവൻ്റെ പുതിയ ഇത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഡോൺ പറയും ഒരാളുടെ കഴിഞ്ഞപ്പോൾ ദേ അടുത്ത ആൾ തുടങ്ങി എന്നുള്ളത്. കാണാൻ നല്ല രസമാണ്. അവനെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ദിവാനുമ പെടഞ്ഞ് കയറി വന്ന് ആ ഈ മറ്റേ ഉരുളിൻ്റെ ആ വശത്ത് നിന്നിട്ട് താക്കോലെടുക്കുക എത്തില്ല, ഇങ്ങനെ വലിഞ്ഞെത്തിക്കുക. അപ്പം നമ്മൾ വിചാരിക്കും ഇപ്പോൾ വീഴാവുമെന്ന്. അതാണ് ഞാൻ പറഞ്ഞത്, നോക്കി നിൽക്കണം. ഇപ്പോൾ കണ്ടതിൻ്റെ മുകളിലൊക്കെ കയറി തുടങ്ങി. അങ്ങനെ എല്ലാം കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ഡിമ്പിളിന് ദോശ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ തന്നെ ഉണ്ടാക്കി കൊടുക്കുക. എൻ്റെ വാഷിംഗ് മെഷീനിലെ തുണികൾ ആവണുള്ളൂ. എനിക്കുള്ള പുട്ടും പഴവും ഞാനെടുത്തു. ഇന്ന് പതിവില്ലാണ്ട് കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ടു കേട്ടോ. അപ്പോൾ ഞാൻ പുട്ട് ഓവനിൽ ചൂടാക്കുമ്പോൾ കുറച്ച് വെള്ളം തളിച്ചിട്ട് ഒന്ന് ഓവനിൽ വെക്കുക ചെയ്യുക. അത് തന്നെ ഡാഡിക്കായാലും അതെ മറ്റേ ഉപ്പുമാവിലായാലും കുറച്ച് വെള്ളം ഒന്ന് തളിക്കും. ആ വല്ലാണ്ട് ഡ്രൈ ആയിട്ടുള്ളതൊന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞ് വന്നപ്പോഴേക്കും കറക്റ്റ് എൻ്റെ തുണികൾ ഉണങ്ങല്ല എടുക്കേണ്ട ഒരിതായി. അപ്പം ഞാൻ തുണി തോരിയിടുമ്പോൾ ഡിവൈൻ എൻ്റെ ഫോൺ എടുത്തിട്ട് വീഡിയോ എടുത്തതാണ്. അപ്പോൾ ഡിവൈൻ പറഞ്ഞു, ഡിവൈനോടും പലരും ചോദിക്കാറുണ്ട് അത്ര, മമ്മി എങ്ങനെ തുണി വിരിച്ചിടുക, മമ്മി എങ്ങനെ തുണി മടക്കുക എന്നൊക്കെ ചോദിക്കാറുണ്ടെന്ന്. അപ്പോൾ അതുകൊണ്ട് മമ്മി ഞാൻ എടുക്കാതെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓ ശരി കുഴപ്പമില്ല. ഞാൻ ശരിക്കും ഡിവൈൻ്റെ ഫോണിൽ എന്താ എടുക്കണേന്ന് വിചാരിച്ചു. പിന്നെയാണ് പറഞ്ഞത് എൻ്റെ ഫോണിൽ എടുക്കണേന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു, അപ്പോൾ ഞാൻ പറയായിരുന്നു എന്നോട് കുറേ പേരിങ്ങനെ മടക്കേണ്ടത് ചോദിച്ചിട്ടുണ്ട്. പക്ഷെ അത് എനിക്കും ഡിമ്പിളിനും അറിയില്ല കേട്ടോ. ഫോൺ വെച്ചിട്ട് സ്വന്തമായിട്ട് എടുക്കാനുള്ള സംഭവം ഞങ്ങൾക്ക് 2 പേർക്കും അറിയില്ല. അപ്പോൾ ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവർ പറയണത് കാണാൻ പറയണത് എന്താണെന്ന് വെച്ചാൽ ഞാൻ കുട്ടികളുടെ ട്രൗസറുകൾ ഒന്നിച്ചിടണമെന്ന് വെച്ചാൽ ബനിയനുകൾ ഒന്നിച്ചിടും. പിന്നെ എല്ലാതും ഇങ്ങനെ സെക്ഷനായിട്ടാണ് ഇടുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഉണങ്ങിയെടുക്കണോട് കൂടി കൊണ്ടുപോയി കഴിഞ്ഞാൽ ആദ്യം മടക്കുന്നത് മുഴുവൻ ഒരു കൂട്ടാവും, അടുത്തത് ഒക്കെ ഒരുപോലെയാവും. അങ്ങനെ അതുകൊണ്ട് ഇപ്പോൾ മടക്കുമ്പോൾ നമുക്ക് എടുത്ത് വെക്കാനും ഒതുക്കാനും ഒക്കെ ഭയങ്കര എളുപ്പമാണ്. അപ്പോൾ നമ്മൾ വാഷിംഗ് മെഷീനിൽ നിന്ന് ഇടുമ്പോൾ തന്നെ വൃത്തിയിലിട്ട് കഴിഞ്ഞാൽ ഒരു ചുക്കി ചുളിവും കാര്യങ്ങളും ഉണ്ടാവില്ല. അതുപോലെ തന്നെ എടുക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. എടുക്കുമ്പോൾ ചുക്കി ചുരുട്ടി എടുത്തു കഴിഞ്ഞാൽ ആകെ ചുളിവ് പറ്റും. തിരിച്ച്
ഇങ്ങനെ ക്ലിപ്പ് മാറ്റി ഓരോന്ന് എടുത്തിട്ട് ഇങ്ങോട്ട് കയറ്റി കഴിഞ്ഞാൽ നല്ല വൃത്തിയിൽ മടക്കി നമുക്ക് വെക്കാം. അങ്ങനെ ഞാൻ കയറി കഴിഞ്ഞപ്പോൾ ഡിവൈൻ പതുക്കെ മുറ്റത്തേക്ക് അവിടെ നിന്ന് വെള്ളമൊഴിച്ച് കഴുകാമെന്ന് പറഞ്ഞിട്ട് ഡിവൈൻ മുറ്റത്തേക്ക് ഇറങ്ങി. ഞാൻ ബിസിനസ്സിൻ്റെ ആവശ്യത്തിന് ഇറങ്ങി. കിച്ചണിലത്തെ കാര്യങ്ങൾ ഡിമ്പിളും ചെയ്യാൻ നിന്നു. അപ്പോൾ ഡിമ്പിളിൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം. ഈ ഉച്ചയിലത്തെ സംഭവമായിരുന്നു കേട്ടോ. ഞങ്ങൾ 3 ആളും കൂടിയുള്ള കാര്യങ്ങളും ചെമ്മീനും കുറുക്കിയും വെച്ചതുമായിരുന്നു. അത് കുക്കറി ഷോ എന്നൊന്നും പറയാൻ പറ്റില്ല, വെറുതെ ജസ്റ്റ് കുറച്ച് നേരം ഒരു ടോക്ക്, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഡിമ്പിളിൻ്റെ ഇന്നലത്തെ വീഡിയോ, ഇന്നിപ്പോൾ ഞാൻ ഇന്നാണ് പറയണത്, ബുധനാഴ്ചയിലത്തെ വീഡിയോ കാണാം. ഇന്നിപ്പോൾ ഡിമ്പിളിൻ്റെ വീഡിയോ 2 മണിക്കല്ലേ വരുള്ളൂ. അപ്പോൾ ഡിമ്പിൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ചൂടപ്പം പോലെയാണ്, എന്താണോ എടുക്കുന്നത് അപ്പം പോസ്റ്റ് ചെയ്യുകയാണ്. കാരണം കുട്ടികളുടെ കൊണ്ട് പറ്റണില്ല. പിന്നെ അതും എന്താ പറയുക, ഓരോ ദിവസം ഓരോ തരം വെറൈറ്റി ആകുമ്പോൾ കുഴപ്പമില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ ഇന്നൊരു തീരുമാനം എടുത്തേക്കാം. രാവിലെ 9 മണിക്ക് ഞാനിടുക, 2 മണിക്ക് ഡിമ്പിൾ ഇടുക, ഈവനിങ്ങിൽ ഡിവൈൻ ഇടുക. അപ്പോൾ 3 പേരുടെയും കറക്റ്റ് എല്ലാവർക്കും കാണാൻ പറ്റും. ഇത് പെട്ടെന്ന് അടുത്തടുത്താവുമ്പോൾ അതിൻ്റേതായ കുറേ ബുദ്ധിമുട്ടുകൾ കുട്ടികൾക്കായാലും പെടഞ്ഞ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ നിങ്ങളുടെ ഇഷ്ടത്തിന് എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്തു എന്ന് പറയും. ഞാൻ എന്തായാലും കുറേ നാളുകളായിട്ട് സ്റ്റാർട്ടിങ് തൊട്ട് 9 മണിയാണ് എൻ്റെ സമയം. പിന്നെ അതിലൊരു മാറ്റം വേണ്ട വെച്ചിട്ട് ഞാൻ ആ 9 മണി എന്നെ എടുത്തു. അപ്പോൾ ഞാൻ അകത്തേക്ക് വരുമ്പോൾ നമ്മുടെ ചാക്കോച്ചി നിന്ന് ഡാൻസ് കളിക്കുകയാണ്. അപ്പോൾ അവനെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഒരു പാട്ട് എന്തെങ്കിലും വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ മൂപ്പര് തന്നെ കളിക്കും. കുറച്ച് കഴിയുമ്പോൾ പീ 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 എന്ന് പറയും, അതായത് പാല് വേണമെന്ന്. അപ്പം ഞാൻ കളിയാക്കും പീ ഫോർ പാലെന്ന് പറഞ്ഞിട്ട് കേട്ടോ. അത് കൊണ്ടുവന്ന് ആ സെറ്റ് ചെയ്യുമ്പോൾ ചാഞ്ഞ് കിടന്ന് അത് കുടിച്ച് അവിടെ ഇരുന്നോളൂ, വേറെ ശല്യമൊന്നുമില്ല കേട്ടോ. അങ്ങനെ ഇവിടെ ഡിമ്പിൾ ഉച്ചയിലത്തെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണം. ഡിവൈൻ പുറത്തത്തെ പരിപാടികൾ കഴിഞ്ഞിട്ട് ബിസിനസ്സിൻ്റെ കാര്യങ്ങൾ നോക്കണം. ആ സമയം കൊണ്ട് ലഞ്ച് റെഡിയായി. അപ്പം ഞങ്ങൾ ഇന്നലെ രാത്രി ഡിന്നർ ഡിവൈൻ്റെ വകയായിരുന്നു, ഇന്ന് കാലത്ത് ഉച്ചയ്ക്കും ഡിമ്പിളിൻ്റെ വകയായിരുന്നു. ഇനിയിപ്പോൾ വൈകുന്നേരം എന്തായിരുന്നു എന്ന് നിങ്ങളോട് ഞാൻ പറയാം കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ആരാണോ ഫ്രീ ആയിട്ട് നിൽക്കുന്നത് അവർ അപ്പോഴത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ അത് ചെയ്യാന്നുള്ളതാണ്. 12 കാലമാകുമ്പോഴേക്കും കംപ്ലീറ്റ് പരിപാടികൾ കഴിഞ്ഞു കേട്ടോ. അത് കഴിഞ്ഞ് ഇന്ന് ശരിക്ക് കുറച്ച് നേരം ഞങ്ങൾക്കും ബിസിനസ്സിൻ്റെ ആവശ്യത്തിന് ഇരിക്കാൻ പറ്റി. കാരണം നമ്മൾ ഓൺലൈൻ ബിസിനസ് ആയതുകൊണ്ട് എപ്പോഴും നമ്മൾ ഓൺലൈനിൽ ഉണ്ടാവണം. അവർ ചോദിക്കുന്ന, നിങ്ങൾ ഓരോരുത്തരും ചോദിക്കുന്ന കാര്യങ്ങൾ അപ്പം റിപ്ലൈ തന്ന് അത് കാണിച്ച് എന്നിട്ട് വേണം അത് ഓർഡർ എടുത്ത് അതിൻ്റെ പ്ലേറ്റിംഗ് സെക്ഷനിലേക്ക് മാറ്റി. പണികൾ കുറച്ചുണ്ട്. പെട്ടെന്ന് കാണുമ്പോൾ ഭയങ്കര എളുപ്പമാണെന്ന് തോന്നും, പക്ഷെ ഒട്ടും എളുപ്പമല്ല കേട്ടോ. പക്ഷേ എനിക്കൊരു കാര്യം പറയാനുള്ളത്, എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഇപ്പം മുമ്പത്തെ പോലെ ആരും ആവശ്യക്കാരില്ലാത്തവർ ചോദിക്കുകയും അല്ലെങ്കിൽ ചോദിച്ച് മെനക്കെടുത്തി അങ്ങനെ ഒന്നുമില്ല കേട്ടോ. എല്ലാവർക്കും നമ്മളുടെ ട്രാക്കും മനസ്സിലായി, നമ്മളോട് എങ്ങനെയാണ് സംസാരിക്കേണ്ടതെന്ന് ഞങ്ങൾക്കും അതുകൊണ്ട് വലിയൊരു ആശ്വാസം കേട്ടോ. പ്രത്യേകിച്ച് ഇപ്പോൾ എനിക്കായാലും ഞാൻ ഒറ്റയ്ക്കല്ലല്ലോ, കുട്ടികളും ഷെയർ ചെയ്തിട്ട് തിരിച്ചു കൊടുത്ത കാരണം അവരും അവരുടേതായ ലോകത്ത് സമാധാനത്തിൽ അവരോട് സംസാരിച്ച് കസ്റ്റമേഴ്സിന് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും എന്താ പറയുക, എല്ലാ രീതിയിലും എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ്. അങ്ങനെ ഞങ്ങൾ ഇന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ഫസ്റ്റ് എനിക്ക് തോന്നുന്നു ഡിമ്പിളാണ് കഴിച്ചത്. അത് കഴിഞ്ഞ് ഫസ്റ്റ് ഡിവൈൻ കഴിച്ചു, അത് കഴിഞ്ഞ് ഡിമ്പിൾ കഴിച്ചു, അത് കഴിഞ്ഞ് ഞാൻ കഴിച്ചു, അത് കഴിഞ്ഞ് ഡോൺ വന്നു. ഡോൺ വന്നപ്പോഴേക്കും ശരിക്കും ഡോൺ വരുന്നത് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. സാമ്പാർ ശരിക്ക് കുറച്ചായി. അപ്പോൾ ഞങ്ങൾക്കൊരു പേടി തികയാവുന്നു. അപ്പോൾ വേഗം ബീഫ് എടുത്ത് ചൂടാക്കി അവന് അതും കൂടി കൊടുത്തു. പിന്നെ അച്ചാറും ഉണ്ടായിരുന്നു. എന്നിട്ടാണ് പിന്നെ ഡാഡി വന്നിട്ട് കഴിച്ചത് കേട്ടോ. അങ്ങനെ 2 പേരും വന്നു. അപ്പോൾ പറയുക പുറത്ത് നല്ല വെയിലുണ്ട് മമ്മി, അങ്ങനെ അവൻ്റെ തോമു വന്ന് വിശേഷങ്ങളിങ്ങനെ പറഞ്ഞു തുടങ്ങിയിട്ടാണ്. പാച്ചു നേരെ ജീപ്പിലേക്ക് പോയി. അവർക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ അവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ട് വരണ കാരണം അങ്ങനെ വന്ന വഴിക്കുള്ള വിശപ്പും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഡ്രസ്സൊക്കെ മാറി. പിന്നെ പാച്ചു എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു തോമു നേരെ എല്ലാം കഴിഞ്ഞ് മുകളിൽ പോയിട്ട് പിന്നെ സമാധാനത്തിൽ ഭക്ഷണം കഴിക്കുകയും ചെയ്യും. അപ്പോൾ അവൻ വന്നപ്പോൾ അപ്പം ഇവിടെയുള്ളത് കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞത് കിച്ചണിലൊരു സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അവൻ ഓടി വന്നതാണ് കാണാനായിട്ട്. കാരണം ഈ സമയത്ത് അവൻ അപ്പേനെ സാധാരണ കാണാറില്ലല്ലോ. അപ്പോൾ അങ്ങനെ എന്താ പറയുക, പിന്നെ അപ്പോഴുള്ള വിശേഷം പറച്ചിലുകളാണ് കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞ് ഡോൺ പതിവ് പോലെ തിരിച്ച് ഹബ്ബിലേക്ക് തന്നെ പോയി. ഡിവൈനും കുട്ടികളും മുകളിലേക്ക് പോയി. അത് കഴിഞ്ഞിട്ടാണ് ഡാഡി ഊണ് കഴിച്ചത് കേട്ടോ. ഡാഡി ഇന്ന് കഴിക്കുമ്പോൾ എന്നാലും 2 മണിക്ക് 1:30 കഴിഞ്ഞിട്ട് കഴിച്ചു കേട്ടോ. ഞാൻ പറഞ്ഞു ഇത് കഴിഞ്ഞിട്ട് പോസ്റ്റ് ചെയ്യാൻ പോയാൽ മതി. ആ ഗ്യാപ്പിൽ എനിക്ക് കുറച്ചും കൂടി സാധനങ്ങൾ എടുക്കാനും സെൻഡ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുട്ടികളുടെ സാരികൾ ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ സാരിയുടെയും ഓർണമെൻറ്റ്സിൻ്റെയും ഉള്ളതുകൊണ്ട് പാക്കിങ്ങും കുറച്ച് സമയം എടുക്കും. അപ്പോൾ നിങ്ങളുടെ അറിവിലേക്ക് പറയണതാണ് കേട്ടോ. ചിലർക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ അത്യാവശ്യമായിട്ട് പിറ്റേ ദിവസം വേണം എന്നൊക്കെ പറയും. അങ്ങനെയുള്ളവർക്ക് നമ്മൾ സ്പീഡ് പോസ്റ്റ് അതുപോലെ DTDC വഴി അയച്ചു കൊടുക്കും. അതാകുമ്പോൾ നിങ്ങൾ പോയിട്ട് കളക്ട് ചെയ്യേണ്ടി വരുന്നു മാത്രം.
എങ്ങനെയാണോ നിങ്ങൾക്ക് സൗകര്യം എന്ന് വെച്ചാൽ അതുപോലെ നമ്മൾ ചെയ്തു കൊടുക്കും. പെട്ടെന്ന് ആവശ്യം എന്ന് വെച്ചാൽ അതനുസരിച്ച് ഫാസ്റ്റായിട്ട് ചെയ്യും. അല്ലാത്ത പക്ഷം 3 വർക്കിംഗ് ഡേയ്സ് നമ്മൾ സാധാരണ പറയുന്ന പോലെ. ഇത് ഒരു പാറ്റേൺ കമ്മലാണ് കേട്ടോ. ഇത് പ്ലേറ്റ് ചെയ്ത് വന്നിട്ട് എനിക്ക് നിങ്ങളെ കാണിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കാണാൻ നല്ല ഭംഗിയുള്ള AD സ്റ്റോൺസാണ് കേട്ടോ. അതായത് കുഞ്ഞ് റിങ്ങുമ്മ കുറച്ച് വലിയ ഹാങ്ങിങ് എന്ന് വെച്ചിട്ട് കുറേയൊന്നും ഇല്ല കേട്ടോ. അത് വളരെ സിമ്പിളാണ്. ഇത് ലവ് ഫുൾ സ്റ്റോൺസായിട്ട് അങ്ങനെ ഒരു 4 പാറ്റേൺ അങ്ങോട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ ഞാനിത് നിങ്ങളെ കാണിക്കണം എന്ന് വിചാരിച്ചിട്ട് കുറച്ച് ദിവസമായി, പക്ഷേ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കണ്ടോ, ഇത് 3ാമത്തെ പാറ്റേൺ. നല്ല ഭംഗിയുള്ള എന്താ പറയുക, അധികം നീളമില്ല കേട്ടോ. നിങ്ങൾ വിചാരിക്കും ഇനി നീളം കൂടുതലാണോ എന്ന് തോന്നും. നീളമൊന്നുമില്ല. അതായത് റിങ് നമ്മുടെ കാതിൻ്റെ തട്ടയമൊക്കെ എടുക്കും. അവിടെ നിന്ന് കുഞ്ഞൊരു ഞാലി, ഇപ്പോൾ എൻ്റെ വിരൽ നോക്കിയാൽ അറിയാം എങ്ങനെയാണെന്നുള്ളത്. അതായത് 2 വിരലിൻ്റെ വീതിയിൽ ആണ് നീളം കേട്ടോ. അങ്ങനെ ഉച്ച തിരിഞ്ഞു ഞാനും ഡിംപിളും ഈ പറഞ്ഞ പോലെ താഴ്ത്തും ഡിവൈൻ മുകളിലും ആയിരുന്നു ഫോണിൽ ഓൺലൈനിൽ ഇരിക്കേണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മുടെ വീട്ടിലത്തെ കാര്യങ്ങളും ഒക്കെ ചെയ്യുമല്ലോ. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ് സന്ധ്യയായ നേരത്തെ, സന്ധ്യയല്ല എനിക്ക് തോന്നുന്നു 5 മണിയൊക്കെ ആയപ്പോഴേക്കും വന്നു തോന്നുന്നുണ്ട്. അപ്പോൾ ഈ ഗ്യാപ്പിൽ ഡാഡി പുറത്ത് പോയി. അങ്ങനെ ഡാഡിക്ക് ഈ പറഞ്ഞ പോലെ 3 നേരം ചിലപ്പോൾ പോണ്ടി വരും, ചിലപ്പോൾ 4 നേരം പോണ്ടി വരും. ചില കൊറിയർ അയക്കണമെങ്കിൽ അത്യാവശ്യമായിട്ട് നാളെ കിട്ടേണ്ടതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് രാത്രിയിലാണ് 9 മണി വരെയാണ് കൊറിയറിൻ്റെ ടൈം. 9 അല്ല, ഇവിടുന്ന് 7:30. അപ്പോൾ 7:30 ചിലപ്പോൾ പോസ്റ്റ് ചെയ്യാനായിട്ട് പോകേണ്ട ഒരു അവസ്ഥ വരാറുണ്ട് ഡാഡിക്ക് കേട്ടോ. അപ്പോൾ അങ്ങനെ ഡാഡി ഫുൾ ടൈം എൻഗേജ്ഡാണ്. അപ്പോൾ അത് കഴിഞ്ഞ് പിള്ളേർസ്, അപ്പോൾ ഡാഡി പുറത്ത് പോയ ഗ്യാപ്പിൽ പിള്ളേരുകൾ മുറ്റത്തേക്ക് ഇറങ്ങി അവരുടെ കളി തുടങ്ങി. പക്ഷേ രസം അതല്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, 3 പേരും തന്നെ കളിച്ചു തുടങ്ങി. നമ്മുടെ ശ്രദ്ധയൊന്നും വേണ്ട അവർക്ക്. ഇപ്പോൾ തോമു ആയാലും താഴെയുള്ളവരെ ഇങ്ങനെ നോക്കി നിൽക്കേണ്ട ഒരു അവസ്ഥ അറിയാം. ഇത് ചെയ്യരുത്, അത് ചെയ്യലടാ എന്നൊക്കെ പറയാനായിട്ടായി തോമൂട്ടാ. അപ്പോൾ അങ്ങനെ തന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവരെ കാണാണ്ടായി. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് പോയി നോക്കിയപ്പോൾ 3 ആളും കൂടി ഇത് എവിടെയാണെന്ന് നോക്കി ടാപ്പ് തുറന്നിട്ടിട്ട് അതിൻ്റെ അടിയിൽ നിന്നിട്ടുള്ള കളിയാണ്. ചാക്കോച്ചനെ കണ്ടോ, ഫുൾ നനഞ്ഞിട്ട്. അങ്ങനെ അവിടെ നിന്ന് ഇപ്പോൾ ശരിക്കും പറഞ്ഞ ചാക്കോച്ചൻ ഇത് ഇന്നത്തെ ദിവസം 5 or 6 ഡ്രസ്സ് മാറിയിട്ടുണ്ട്. കാരണം കണ്ണ് തെറ്റിയത് ഈ വെള്ളത്തിലേക്കുള്ള കളി. ഇതിപ്പോൾ ഓച്ചുമാണ് വന്നിട്ട് വീഡിയോ എടുക്കുന്നത് കേട്ടോ. ഞാൻ കിച്ചണിൽ എന്തോ കാര്യമായിട്ടില്ല, ഞാൻ പട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുക. ആ സമയത്താണ് ഇവിടെ നിന്ന് ബഹളം കേട്ടത്. ഞാൻ വന്ന് നോക്കുമ്പോഴേക്കും ഇവർ എന്താ പറയുക, ഒരുവിധം നനഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഒക്കേനെയും കൊണ്ടുപോയിട്ട് കുളിപ്പിക്കുകയും തുടയ്ക്കുകയും ഒക്കെ കുളി കഴിഞ്ഞിട്ട് കിടന്നുറങ്ങിയ ആൾക്കാരാണ്. പക്ഷേ 3 ആളുടെ മേത്തും നിറച്ച് വെള്ളമായി. അപ്പോൾ ഇതുകൊണ്ടാണ് ഇവരെ മുറ്റത്തേക്ക് വിടാനായിട്ട് കൂട്ടാക്കാത്തത്. കാരണം ഏത് നേരത്താണ് ഇവർക്ക് ഈ ഭ്രാന്ത് തോന്നുകയെന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ചാക്കോച്ചനെ പ്രത്യേകിച്ച് നമുക്ക് പേടിക്കേണ്ടതാണ്. അവന് ഇടയ്ക്കിടയ്ക്ക് ഈ കുറുങ്ങലും കാര്യങ്ങളും വരണതാണ്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, ചേട്ടന്മാരുടെ കൂടെ കൂടിയിട്ട് അവനും ഒരു പരുവായി. അങ്ങനെ അവരുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് നോക്കിയപ്പോൾ തലയൊക്കെ ഒന്ന് തുടച്ച് കൊടുത്തു കഴിഞ്ഞപ്പോൾ കുഴപ്പമില്ല. ഇനിയിപ്പോൾ എന്തായാലും കുളിപ്പിച്ച് കയറ്റാം എന്ന് വിചാരിച്ച് കുറച്ച് നേരം കൂടി കളിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് മുറ്റത്ത് തന്നെ നിർത്തി. കാരണം ഇവർ ഉച്ചയ്ക്ക് ഉറങ്ങിയിട്ടില്ല, പാച്ചു ഉറങ്ങിയിട്ടില്ല, തോമു ഉറങ്ങിയിട്ടില്ല. അപ്പോൾ കുളിപ്പിച്ച് കയറ്റിയ ഉടനെ അവർ ഉറങ്ങും. ഇപ്പോൾ ഈ 6:30-7 മണി നേരത്തെ ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പാതിരയ്ക്ക് എണീറ്റിട്ട് പിന്നെ മൊത്തം ഡിസോർഡറാവും. അപ്പോൾ അതിൻ്റെ പേരിൽ തന്നെ ഇന്ന് പിന്നെ കുളിപ്പിക്കാനും കാര്യങ്ങൾക്കൊന്നും നിന്നില്ല കേട്ടോ. അപ്പോഴാണ് നമ്മുടെ ചാക്കോച്ചൻ്റെ ഡ്രസ്സ് മാറി ഡിവൈൻ ഡ്രസ്സ് എടുക്കാൻ പോയ ആ ഗ്യാപ്പിൽ ചാക്കോച്ചൻ്റെ ഇറങ്ങി ഓടി പോണതാണ്. അവനെങ്ങനെയാണെന്ന് വെച്ചാൽ മുറ്റത്ത് കളിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇഷ്ടം കേട്ടോ. അപ്പോൾ അക്കിരോടെ പോയാലും കണ്ടിട്ടില്ലേ നിങ്ങൾ. അപ്പോൾ എന്നോട് ഒരു കുട്ടി ഇതുപോലെ പറഞ്ഞു കേട്ടോ, അക്കിയുടെ അവിടെ ചെയ്ത പോലെ ഇവിടെ പെയിൻറ്റ് ചെയ്താൽ ഇവിടെയും ടൈൽസ് നല്ല ഭംഗിയുണ്ടാവുന്നു. അപ്പോൾ ശരിക്കും അപ്പോൾ എനിക്കത് ഞാൻ അക്കിയുടെ മുറ്റം കാണുമ്പോൾ നമ്മളുടെ മുറ്റം ഓർക്കാറ് ഫുള്ള് ഇവിടെ നിന്ന് ഡിംപിളുടെ ഹോം ടൂർ നോക്കിയാൽ അറിയാം. ഫുൾ നല്ല ഭംഗിയിൽ പെയിൻറ്റ് ചെയ്തതാണ്. അതിനുശേഷം 3 വട്ടം ഇവിടെ പണി നടന്നു. ആ 3 വട്ടത്തിൽ ഈ കുമ്മായവും അതും ഇതൊക്കെ ഇവിടെ സിറ്റ് ഔട്ട് നമ്മുടെ കാർ പോർച്ചിലാണ് കൂട്ടിയിരുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് കംപ്ലീറ്റ് എന്താ പറയുക, അത് മുഴുവൻ മങ്ങി. അപ്പോൾ എനിക്കിപ്പോൾ കാണുമ്പോൾ ഭയങ്കര കൊതി, അതുപോലെ ആക്കണം തിരിച്ചെന്നുണ്ട്. പക്ഷേ എളുപ്പമല്ല, കുറേ അധികം സ്ഥലമുണ്ട്. നമ്മുടെ സൈഡിലൊക്കെ ടൈൽസ് തന്നെയാണല്ലോ. പക്ഷേ ഞാനത് ഒരേ ഭാഗം ഒന്ന് ക്ലിയർ ചെയ്യണമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്. നേരം കിട്ടണ്ടേ, ഒരു രക്ഷയില്ല. നേരം എന്ന് പറയുന്ന സംഭവമേ ഇല്ല. അങ്ങനെ അപ്പാപ്പൻ ഉച്ച തിരിഞ്ഞേലത്തെ പർച്ചേസിങ് കഴിഞ്ഞ് വരുന്നോട് കൂടിയിട്ട് ബജ്ജിയൊക്കെ കൊണ്ടുപോകാൻ വന്നേട്ടോ. അപ്പോൾ ഡിവൈൻ എല്ലാ ബജ്ജിയും തിന്നില്ല, മുട്ട ബജ്ജി ഡിവൈനിന് ഇഷ്ടമാണ്. അപ്പോൾ മുളക് ബജ്ജിയും കായ ബജ്ജിയും മുട്ട ബജ്ജിയാണ് കൊണ്ടുവന്നത്. അങ്ങനെ അത് തിന്ന് കഴിഞ്ഞ് വരുമ്പോഴേക്കും ഡോൺ വന്നു. അപ്പോൾ ഡോൺ ഇന്ന് പതിവില്ലാണ്ട് ഇത്തിരി നേരത്തെ വന്നു. പക്ഷേ ഞങ്ങളുടെ ചായ കുടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് നമ്മുടെ സഖാക്കൾ ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, മമ്മീനെ കാണാനില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട്. കണ്ട
ഇതുപോലെയാണ് അവർ സമയമാകുമ്പോൾ ഒന്ന് രണ്ട് കുര കുറച്ചിട്ട് ഇങ്ങനെ എന്താ പറയുക, ഞങ്ങളിവിടെ ഉണ്ട്, മമ്മി മറന്നോ എന്ന് വിചാരിച്ചിട്ട് നിൽക്കും. അങ്ങനെ ഇന്ന് തലയിൽ നിറച്ച എണ്ണയിട്ട് കുറേ ദിവസമായി ഉണ്ടായിരുന്നു എണ്ണ ഇങ്ങനെ നിറച്ചിട്ടിട്ട്. അപ്പോൾ നമ്മുടെ അമ്മുവിൻ്റെ എണ്ണയാണ് കേട്ടോ, ജാനീസ് മറ്റേ നാച്ചുറൽ ഓയിലാണ്. അത് കഴിഞ്ഞ് ഇന്ന് രാത്രി അപ്പോൾ ഇവർക്കൊരു പൂതി ഡോണിന് KFC മതിയെന്ന്. അപ്പോൾ സാധാരണ നമ്മൾ ഇവിടെ നടത്തറയിൽ നിന്നാണ് വാങ്ങിക്കാറ്, അവിടെ നിന്ന് തന്നെയാണ് ഓർഡർ ചെയ്തതും കൊണ്ടുവന്നതും. ഞാൻ സ്ഥലവും കാര്യങ്ങളൊന്നും പറയില്ല. പക്ഷേ ഇപ്രാവശ്യം കൊണ്ടുവന്നത് ഭയങ്കര ഫ്ലോപ്പായിരുന്നു. ഫ്ലോപ്പ് എന്നല്ല, ക്വാണ്ടിറ്റി തീരെ ഇല്ല. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ഞാനും ഡാഡിയും സിനിമ കാണുന്നതിൻ്റെ ഇടയിൽ ഞാനിതൊന്നും ശ്രദ്ധിച്ചില്ല. അവർ രണ്ടാമത് ഒരു സ്ഥലത്തുനിന്നും കൂടി വരുത്തി ഞങ്ങൾക്ക് കഴിക്കേണ്ട ഒരവസ്ഥ വന്നു. അപ്പോൾ ആദ്യത്തേന്ന് പറയുമ്പോൾ തന്നെ നല്ലൊരു എമൗണ്ട് കൊടുത്തിട്ടാണ് നമ്മൾ വാങ്ങിക്കണത്. അത് ഒട്ടും അളവുണ്ടായിരുന്നില്ല. സാധാരണ നമ്മൾ അവിടെ നിന്ന് വാങ്ങിക്കാറുണ്ട്. അങ്ങനെ ആവുമ്പോൾ അത്രയും ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ടാണല്ലോ നമ്മൾ ഓർഡർ ചെയ്യുന്നത്. പക്ഷേ ഭയങ്കര മോശമായിപ്പോയി. അപ്പം അങ്ങനെ പിള്ളേർസിൻ്റെ ഭക്ഷണവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പാച്ചു അങ്ങനെ അവിടെ കിടന്നുറങ്ങി. പിന്നെ പിള്ളേരുകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇന്നും 10 മണിയാകുമ്പോഴേക്കും കംപ്ലീറ്റ് കഴിഞ്ഞു. ഞാൻ നമ്മുടെ പിള്ളേർസിനുള്ള പട്ടി കുട്ടികൾക്കുള്ള ഭക്ഷണവും കാര്യങ്ങളൊക്കെ കൊടുത്ത് അത് കഴിഞ്ഞ് അത്യാവശ്യം തുണികൾ എടുക്കാനുള്ളത് കുറച്ച്, കാരണം എന്താ വെച്ചാൽ ഈ സമയത്ത് എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര തണുവുണ്ടാവും തുണികൾക്ക്. അപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനെ എടുക്കണ്ട, 1-2 അകത്ത് ഇടാവുന്ന പോലെ ഏതായാലും ഞാൻ ക്ലിപ്പിട്ടിട്ട് എടുത്തു പോയ നിലയ്ക്ക് തിരിച്ച് അവിടെ ഇട്ടില്ല. 2 ടവലായിരുന്നു. അത് പിന്നെ കുഴപ്പമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അകത്തേക്ക് എടുത്തു. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞില്ലേ ഒരുമിച്ച് ഇടുക എന്നുള്ളത്. നിങ്ങളായാലും അതെ, നമ്മൾ ഇടുമ്പോൾ അത് വൃത്തിയിലിട്ട് കഴിഞ്ഞാൽ നമ്മളെടുത്ത് മടക്കി വയ്ക്കുമ്പോൾ ഒരു ചുക്കിച്ചുളിവും കാര്യങ്ങളും ഉണ്ടാവില്ല. ചില സമയത്ത് ഞാൻ കുട്ടികളെ വഴക്ക് പറയും, ഇവർ മടക്ക് ശരിയാവണ്ടാകുമ്പോൾ ആകെ ചുക്കി ചുളിഞ്ഞിരിക്കും. അപ്പോൾ ഞാൻ പറയും, നിങ്ങൾ ഈ തുണികൾ തോരയിടുമ്പോഴും എടുക്കുമ്പോഴും എടുത്ത് മടക്കി വയ്ക്കുമ്പോഴും കൃത്യമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കുഴപ്പമുണ്ടാവും. ഞാനും അതെ, എൻ്റെ അമ്മച്ചി, എൻ്റെ ചേച്ചി, ഞങ്ങളൊക്കെ ഇങ്ങനെ വെച്ചാൽ പണ്ട് തൊട്ട് അഴക്കേമെന്ന് എടുത്ത് നേരെ മടക്കി അലക്കലുമ്പോൾ തന്നെ മടക്കി കൊണ്ടുവരും. അങ്ങനെ ഒരു ശീലമായിരുന്നു. അതുകൊണ്ട് തന്നെ നൈറ്റികളൊക്കെ എന്താ പറയുക, അന്നൊക്കെ പക്ഷേ നമ്മുടെ കഞ്ഞിവെള്ളത്തിൽ മുക്കിയിട്ടിടുക. അന്ന് ഇങ്ങനത്തെ സംഭവങ്ങളല്ലല്ലോ. അപ്പോൾ എങ്ങനെ വെച്ചാൽ കുടഞ്ഞൊന്ന് മടക്കി കഴിയുമ്പോണ്ടല്ലോ തേച്ച പോലെ വട്ടി പോലെ പുതിയതുപോലെ ഇരിക്കുക. അതൊന്നും ഇപ്പോൾ ചെയ്യണില്ല കേട്ടോ. ഇപ്പോൾ ഈ കംഫർട്ടും അതും സംഭവങ്ങളൊക്കെയാണല്ലോ. അങ്ങനെ അപ്പോൾ ഞാൻ എല്ലാം ഒതുക്കി വന്നപ്പോഴാണ് വൈകുന്നേരം ഡാഡി വന്നപ്പോൾ കൊണ്ടുവന്നതാണ് റോബസ്റ്റ് പഴം. അപ്പോൾ ഡിവൈൻ പ്രത്യേകം പറഞ്ഞു, മമ്മി ഇത് മാറ്റി വെച്ചോളൂ, കാരണം രാവിലെ എണിച്ചിട്ട് തോമൂത് ചാക്കോച്ച ഇത് കണ്ടു കഴിഞ്ഞാൽ പ്രശ്നമാണ്. അങ്ങനെ ഞാൻ വേഗം അതെടുത്ത് കൊണ്ടുപോയി വാഷിംഗ് മെഷീൻ്റെ മുകളിൽ വെച്ചു. അവിടുന്ന് ഹൈ ചെയർ എടുത്ത് കിച്ചണിൽ കൊണ്ടുവന്ന് വെച്ചു. കാരണം ഇവൻ്റെ പണി കിച്ചണിൽ കയറി ഇരുന്നിട്ട് ബനാന എന്ന് പറയലാണ്. അപ്പോൾ നമുക്ക് കൊടുത്തില്ലെങ്കിൽ അതൊരു വിഷമം. വാഷിംഗ് മെഷീൻ്റെ മുകളിലാകുമ്പോൾ പെട്ടെന്ന് അവൻ്റെ ശ്രദ്ധ പോവില്ല, എന്നാലും പ്രശ്നം തന്നെ. അപ്പം എനിക്കിവിടെ ഇന്നും എനിക്ക് തുടയ്ക്കാനൊന്നും പറ്റിയില്ല, കാരണം ഇത് ഭയങ്കര വലിയൊരു പണിയാണ്. ഇതിൽ നിന്ന് ഊരി പുറത്തെടുത്തിട്ട് അടിയുന്നത് ഭയങ്കര പണിയാണ്. അത് ചെറിയ നിസ്സാര പണിയല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ തൽക്കാലം ഇന്ന് അവിടെ നിൽക്കട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. കാരണം എന്താ വെച്ചാൽ എൻ്റെ പരിപാടികളൊന്നും കഴിഞ്ഞിട്ടില്ല. എനിക്ക് കുറച്ച് കണക്കും കാര്യങ്ങളൊക്കെ എഴുതാണ്ട്, കുട്ടികളെന്നെ കളിയാക്കണ പോലെ ഇവിടെ നിന്ന് എഴുതി അവിടെ വയ്ക്കുക, ആ ബുക്കിൽ നിന്ന് ഇപ്പുറത്തേക്ക് പകർത്തും. അങ്ങനെ കണക്ക് കൂട്ടിയും കുറച്ചും. പക്ഷേ എൻ്റെ കണക്കുകളൊന്നും തെറ്റാറില്ല കേട്ടോ. എഴുതി വയ്ക്കുന്ന കണക്കുകൾക്ക് വലിയ തെറ്റൊന്നും പറ്റാറില്ല. അതുകൊണ്ടൊരു ഇവർ കളിയാക്കണില്ല, അല്ലെങ്കിൽ ഇവരെന്നെ കളിയാക്കി ഓടിച്ചേനെ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. അതുവരേക്ക് ബൈ.